ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ EDയുടെ പത്രസമ്മേളനത്തെ കുറിച്ച് ലീഡർമാർ മാക്സിമം വളച്ചൊടിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അവർക്ക് പിടിച്ചു നിൽക്കണമല്ലോ, അല്ലെങ്കിൽ പൊരയിലേക്ക് ആൾക്കാർ വരും എന്നുള്ള കാര്യമാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിലൊരു നന്നായിട്ട് ഒരു വളച്ചൊടിക്കൽ കണ്ടത് നമ്മുടെ പാലക്കാടുകാരനായ സൂരജിൻ്റെ ഒരു വളച്ചൊടിക്കലാണ്. സൂരജ് എന്ന് പറയുന്നത് ഈ കമ്പനി സത്യസന്ധമായ കമ്പനിയാണെന്നും കോടതി പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. നമ്മൾ നിരവധി തവണ ഫോണിലൂടെ മണിക്കൂറുകളോളം സംസാരിച്ച ഒരാളുമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഡർമാർക്കെല്ലാം അറിയാം ഈ കമ്പനി തട്ടിപ്പ് കമ്പനിയാണെന്ന്. പക്ഷേങ്കിൽ ഇദ്ദേഹം ഇതുവരെ അത് വിശ്വസിക്കാത്ത ഒരാളാണ്. ഇദ്ദേഹം ഏതൊക്കെ ദിവസം കോടതിയിൽ കേസുണ്ടോ അന്നൊക്കെ ഇദ്ദേഹം കോടതിയിൽ ഹാജരാവുണ്ടാവും. നമ്മുടെ പൂളിംഗം ഇന്ന് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് വക്കീൽ പറയുന്നത്, നമ്മുടെ വക്കീൽ എന്താണ് പറയുന്നത്, ജഡ്ജ് എന്താണ് പറയുന്നത് എന്ന് വേറെ ആരും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാവില്ല. ഇദ്ദേഹം തന്നെ സ്വയം നേരിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം ഇന്നലെ പറയുകയാണ്, ED പണം കൊടുക്കും എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 14 മാസമായിട്ട് FIR ഇട്ട ആ ചടങ്ങിൽ വെച്ച് ഹൈറിച്ചിലെ പണം നിക്ഷേപിച്ച് FIR ഇട്ടവർക്ക് പണം കൊടുത്തൂടായിരുന്നോ എന്നാണ് സൂരജിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യത്തിന് മുന്നിൽ EDക്ക് പോലും ഉത്തരമില്ല. അപ്പോൾ ഇവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്. എടോ സൂരജെ, നിന്നെ നേരിട്ട് വിളിച്ചാൽ നീ ഫോൺ എടുക്കാത്തതുകൊണ്ടാണിപ്പോൾ. സൂരജ്, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാനത്ത് ബഡ്സ് അതോറിറ്റി കേസെടുത്തിരിക്കുന്ന കേസുകളിൽ ED പിടിച്ചെടുത്ത പണം അത് ബഡ്സ് അതോറിറ്റിക്ക് കൈമാറി ബഡ്സ് അതോറിറ്റി നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് EDയുടെ നിലപാട്. ആയിരക്കണക്കിന് ക്ലെയിം പെറ്റീഷനുകൾ വന്നു കഴിഞ്ഞാൽ EDയുടെ PMLA കോടതിക്ക് ഇവരുടെ ക്ലെയിം പെറ്റീഷനുകളിൽ തീർപ്പാക്കാൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ജെന്യൂനിറ്റി പരിശോധിക്കാൻ മാത്രമേ EDക്ക് സമയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ബഡ്സ് അതോറിറ്റിയും സെഷൻസ് കോർട്ടും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിൽ ED നിലപാടെടുത്തിരിക്കുന്നത്. അത് ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കുകയും അതിനെ തുടർന്ന് ബഡ്സ് അതോറിറ്റിക്ക് അതുമായി ബന്ധപ്പെട്ട് കത്തുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈറിച്ചുമായിട്ടുള്ള കേസിലും ഇതുപോലെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ബഡ്സ് അതോറിറ്റി PMLA ആക്ടിൻ്റെ റിസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന 8/8 പ്രകാരം, അമെൻമെൻറ്റ് ചെയ്ത 8/8 പ്രകാരം ട്രയൽ നടക്കുന്ന കാലയളവിൽ തന്നെ PMLA കോടതിയിൽ ഇത്തരത്തിലുള്ള അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയായാൽ ED PMLA കോടതിയോട് പറയും, അവർക്ക് പൈസ കൊടുക്കുന്നതിൽ നമുക്ക് യാതൊരുവിധ ഒബ്ജക്ഷനും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് അവർക്ക് കൊടുക്കുകയും അവർക്ക് ബാക്കി കാര്യങ്ങൾ, പണം വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ ബഡ്സ് അതോറിറ്റിക്ക് തീരുമാനിക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കണം. നീയൊക്കെ വിദ്യാഭ്യാസം അത് നമുക്കൊണ്ട് പറ്റില്ല, പക്ഷെങ്കിൽ പത്രം വായിക്കണം, TV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു മനുഷ്യനായിട്ട് അതാത് ജനറൽ നോളജ്, ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച്, സമകാലിക വിഷയങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ലോകത്ത് എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇതുപോലെയുള്ള TVയും പത്രവും ഒക്കെ വായിക്കുന്നത് കൊണ്ടാണ്.
മനുഷ്യൻ രാവിലെ എന്തിനാണ് പത്രം വായിക്കുന്നത് വെച്ചാൽ ലോകത്തെന്ത് നടന്നു, ലോകത്തെന്ത് നടക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേങ്കിൽ ഹൈറിച്ചോളികൾ, നിന്നെപ്പോലെയുള്ള ഹൈറിച്ചോളികൾ ഈ നിങ്ങൾ ചെയ്ത തെണ്ടിത്തരത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരും. അത് വാർത്തകൾ വന്നു കഴിഞ്ഞാൽ ലോകം ഇതറിയും. മറ്റ് നീയൊക്കെ മൂഞ്ചിച്ചവർ ഈ കാര്യങ്ങൾ അറിയും എന്നതുകൊണ്ട് നിന്നെപ്പോലെയുള്ളവർ ആഹ്വാനം ചെയ്യുന്നു, ടി വി കാണരുത്, പത്രം വായിക്കരുത് എന്നിങ്ങനെ. അതുകൊണ്ട് നീയൊന്നും ഇതൊന്നും അറിയാൻ വഴിയില്ല. അപ്പോൾ എന്താണ് EDയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള വോയിസ് ഇറക്കി നാറാതിരിക്കുക എന്ന് മാത്രമാണ് മിസ്റ്റർ സൂരജിനോട് പറയാനുള്ളത്.